ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഗോതമ്പ് ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഗോതമ്പ് വെച്ചിട്ടുള്ള ദോശ ബാറ്ററിൻ്റെ റെസിപ്പി മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ഊത്തപ്പം, കുഴിപ്പണിയാരം അങ്ങനെ എല്ലാത്തിൻ്റെയും റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടി ഇവിടെ 1.5 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഈ വലിയ ഗോതമ്പിന് പകരം നമുക്ക് നുറുക്ക് ഗോതമ്പ് യൂസ് ചെയ്യാം. ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തിട്ടുള്ളത് ഉഴുന്നാണ്. ഉഴുന്ന് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കൂടി അധികം എടുത്തിട്ടുണ്ട്. പിന്നെ ചോറിന് പകരം ഇതിലേക്ക് അവലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ബ്രൗൺ കളർ അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഗോതമ്പ് ഇഡ്ഡലി ആണല്ലോ, നമുക്ക് വൈറ്റ് കളർ വേണമെന്നില്ല. അപ്പോൾ നമുക്ക് ബ്രൗൺ കളർ അവൽ യൂസ് ചെയ്താലും മതി. ഇത് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ കൂടി അധികം എടുത്തിട്ടുണ്ട്. ഇനി അവലിന് പകരം ചോറ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കരുത്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, അതും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. സെപ്പറേറ്റ് അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. ഇവിടെ ആദ്യം ഉഴുന്നും അവലും കൂടിയിട്ട് അരച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളത്തിൽ. നമുക്ക് ഇഡ്ഡലിക്ക് വേണ്ട വെള്ളം എത്രയാണെന്ന് അറിയില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉഴുന്ന് അരക്കുമ്പോൾ എപ്പോഴും തണുത്ത വെള്ളത്തിൽ തന്നെ അരക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി ഗോതമ്പും ഉലുവയും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഗോതമ്പ് നല്ല പോലെ അരഞ്ഞ് കിട്ടണമെന്നില്ല, ഇതുപോലെ കുറച്ച് തരി തരി പോലെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. ഇനി ഇതും കൂടി നമുക്ക് ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 10-12 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ ഓവർനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഫുൾ ഉപ്പ് യൂസ് ചെയ്യുന്നില്ല. ഇനി ബാക്കി മാവിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് 10 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 7 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് തൊട്ട് നോക്കാം. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൂടി കൂടുതൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട് വേണം ഇത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ കൂടി കഴിക്കുകയാണെങ്കിൽ ഇത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഇഡ്ഡലിയാണെന്ന് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാം. അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.